പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധിയിൽ ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ കപ്പലുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ. എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. കാരണം ഇറാൻ ഇന്ത്യയോട് വിരോധമില്ലെങ്കിൽ പോലും സംഘർഷം മുളപൊട്ടി നിൽക്കുന്ന ഈ സ്ഥലത്തുകൂടി കപ്പൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ധന പ്രതിസന്ധി പ്രതിപക്ഷമെന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുമ്പോൾ ബൽറാം നെടുങ്ങാടി ഈ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി എങ്ങനെ കടന്നു പോകാൻ കഴിയുമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത് നമ്മോട് പറയാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യത്ത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധി അത് വിശദമായി തന്നെ പരിശോധിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ആരോഗ്യമന്ത്രി JP നദ്ദ അടക്കമുള്ള ഉന്നത മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരുമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. ഈ യോഗം നിലവിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തി. ഇതോടൊപ്പം തന്നെയാണ് രാജ്യത്തേക്കുള്ള ഇന്ധന നീക്കം ഇക്കാര്യം വിലയിരുത്തിയിട്ടുണ്ട്. അത് പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിലവിൽ രാജ്യത്തുള്ള സ്റ്റോക്കും വിതരണവും വിലയിരുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് രാജ്യത്തുള്ള വൈദ്യുത ഉൽപാദനം, വിതരണം, രാസവള ഉൽപാദനം, അതിന്റെ വിതരണം എന്നീ വിഷയങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. ഈ നിലവിലുള്ള സാഹചര്യം അത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് അന്തർമന്ത്രാലയ സമിതി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാജ്യത്തേക്ക് എത്തുന്ന ക്രൂഡ് ഓയിൽ ഒപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ തടസ്സമില്ലാതെ വിതരണം ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഘർഷത്തിന്റെ ആഘാതം ജനങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള പരമാവധി നടപടികൾ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാസവളം ഈ ഖാരിഫ് വിള സീസൺ ആയതുകൊണ്ട് തന്നെ അതിന് ഈ രാസവളത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ സ്റ്റോക്ക് ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. രാജ്യത്ത് കൽക്കരി ഉൽപാദനം അത് ഈ വൈദ്യുത ഉൽപാദനത്തിന് തടസ്സപ്പെടാതിരിക്കാത്ത വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും തുടർന്നുള്ള നിർദ്ദേശം നൽകുന്നതിനുമായി മന്ത്രിമാരും സെക്രട്ടറിമാരും ഉൾപ്പെട്ട ഒരു ഉന്നതതല സമിതി രൂപീകരിക്കാനുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ ഇന്ത്യയിലേക്കുള്ള ഇന്ധന നീക്കം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനായി ഇറാൻ ഭരണാധികാരികളുമായി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും നിരന്തര ബന്ധം പുലർത്താനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ്. അതേസമയം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് പാർലമെന്റിൽ ചർച്ചയാകും. വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ഇന്ധന പ്രതിസന്ധിക്കൊപ്പം തന്നെ ഇന്നു മുതൽ ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കിനുള്ള പരിധി നീക്കുന്നതോടെ ടിക്കറ്റ് നിരക്ക് ഉയരുന്നതും പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ബൽറാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.